നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഗോമതിക്കാണ് ദേഷ്യ സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അനുവിനെ മുന്നിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം ഒന്നും മനസ്സ് പതറിയെങ്കിലും പെട്ടെന്ന് ഗോമതി ആ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുവാണ്. ഗോമതി അവിടെ ഇരുന്ന് ഒരു ബക്കറ്റ് വെള്ളം അനുവിന്റെ ദേഹത്തേക്ക് കമഴ്ത്തി. അമ്മേന്ന് കുമ്മേന്നും വിളിച്ചോണ്ട് അവൾ വന്നിരിക്കുന്നു. എന്ത് ധൈര്യത്തിലാണ് നീ എന്റെ അടുത്തേക്ക് വന്നേ? അത് കണ്ടോണെന്ന് ഇന്ദിരാമ ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി. ഇന്ദിരാമയാണ് മോളെ അനു, നീ പോയി സംസാരിക്കുക, അമ്മയ്ക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അനുവിനെ ഗോമതിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. പക്ഷെ ഇങ്ങനെ ഗോമതി പ്രതികരിക്കുന്ന ഇന്ദിരാമ പോലും വിചാരിച്ചില്ല. അപ്പോഴേക്കും ഗോമതി വെച്ച്, ഇതിന് മാത്രം എന്ത് തെറ്റാടി ഞാനും നിന്റെ അച്ഛനും ഒക്കെ ചെയ്തേ? നീ ഒറ്റ ഒരുത്തി കാരണം ഈ കുടുംബം മൊത്തം ഇപ്പൊ കണ്ണീരില്ലാണ്ടിരിക്കുക. അറിയാവോ ഞങ്ങള് ഇപ്പൊ അനുഭവിക്കുന്ന വേദന എന്താ നിനക്കറിയാവോ? അതൊന്നും നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ തലയിലേക്ക് അതൊന്നും കേർത്തുമില്ല. അവന്റെ കൈയും പിടിച്ച ഞങ്ങളെ ആരും വേണ്ടെന്നും പറഞ്ഞോണ്ട് ഇറങ്ങി പോയവളല്ലേ നീ? എന്നിട്ട് എന്ത് ധൈര്യത്തിനാടി ഇപ്പൊ എന്നെ വന്ന് വിളിക്കുന്നേ? എന്റെ കൺമുന്നിൽ പോലും നിന്നെ കണ്ടേക്കല്ല, കടന്നു പോയിക്കോണം അവിടുന്ന്. അവള് വന്നിരിക്കുന്നു. അപ്പോഴേക്കും അനു പറഞ്ഞു, അമ്മ മിണ്ടരുത്, അങ്ങനെ നീ എന്നെ വിളിക്കരുത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മോളില്ല, മരിച്ചു പോയെന്ന് തന്നെ ഞങ്ങൾ കൂട്ടിയിരിക്കുന്നേ. ഇനി മേലാല് ഇതും പറഞ്ഞോണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കരുതെന്ന് പറഞ്ഞോണ്ട് ഗോമതി പെട്ടെന്ന് അങ്ങോട്ട് കയറി പോകുമ്പോ ഇന്ദിരാമ ഓടി ഇറങ്ങി അങ്ങോട്ട് വന്നു. അപ്പോഴേക്കും അനുവിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് അനു ഇന്ദിരാമയെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പോഴാണ് അച്യുതൻ അങ്ങോട്ടേക്ക് വരുന്നേ. അച്യുതൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വെള്ളത്തിൽ കുളിച്ചു നിൽക്കുന്ന അനുവിനെ കണ്ടു. ഇന്ദിരാമയെ കെട്ടിപ്പിടിച്ച് കരയുവാണ് അനു. ആ സമയം അച്യുതൻ വന്നിട്ട് ചോദിച്ചു, എന്താമേ എന്ത് പറ്റി? അത് പിന്നെ അമ്മ കാര്യം എന്താന്ന് വെച്ചാൽ പറ. അത് കോമതി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കോമതിയോട് സംസാരിക്കാൻ വേണ്ടി അനുമോള് ചെന്ന, പക്ഷെ അവൾക്ക് സഹിച്ചില്ല. അവള് ദേഷ്യത്തോടെ വെള്ളം എടുത്ത് ഒഴിച്ചെന്ന് പറഞ്ഞു. ഔ രക്ഷപ്പെട്ടു, അങ്ങനെ തന്നെ വേണം. ഇവൾക്ക് അത് കിട്ടണമെന്നൊരു ചിന്തയായിരുന്നു അച്യുതന്റെ മനസ്സിൽ. ഇന്ദിരാമ്മ അനുവിനെ ആശ്വസിപ്പിച്ച്, പോട്ടെ മോളെ, സാരമില്ല, ഞാൻ കാരണമല്ലേ. അവളുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷേ എങ്കില് പെട്ടെന്നുള്ള ദേഷ്യത്തിന് അവൾ അങ്ങനെ ചെയ്താ. മോളത് കാര്യാക്കണ്ട, വന്ന് ഡ്രസ്സ് മാറാനൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയി. അച്ഛന് ഭയങ്കര സന്തോഷത്തോടെ ഓടിയിട്ട് അലോകിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ്. അലോകിനെ വിളിച്ചിട്ട് പോയിട്ട് പറഞ്ഞു, എടാ ഇന്നൊരു സുന്ദരമായ കാഴ്ച ഞാൻ കണ്ടു. എന്താ അച്ഛാ? അവളുണ്ടല്ലോ അനു എന്ന് പറയുന്നവള് വലിയ ആളും കളിച്ച് ഗോമതിയുടെ അടുത്തേക്ക് എന്നാ. അവളുടെ ദേഹത്ത് വെള്ളം ഒഴിച്ചു വിട്ട് ഗോമതി. ആഹാ, അത് കൊള്ളാലോ. ഒരു കാര്യം ഉറപ്പായി, അവരിനി അവളെ അംഗീകരിക്കാൻ പോകുന്നില്ല ഹനുവിനെ. നമ്മൾ ഇവിടെ ഇട്ട് പന്ത് തട്ടിയാലും ആരും ചോദിക്കാനും പറയാനും വരുന്നില്ലടാ. അലോക് പറഞ്ഞു, അങ്ങനെ തന്നെ വേണം. ഒരു കാരണവശാലും ഇനെ അവളെ ആ വീട്ടിലേക്ക് അവർ കയറ്റാനും പാടില്ല. പണി കൊടുക്കാം. അവളെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അലോകിന് സന്തോഷമായി. ഇത്തിരി സമയം കഴിഞ്ഞപ്പോ അലോക് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനു ഡ്രസ്സൊക്കെ മാറി വിഷമിച്ചിരിക്കുന്നത് കണ്ടു. അലോക് പറഞ്ഞു, എന്ത് പറ്റി? ഇന്ന് വെള്ളം വീണല്ലേ നിന്റെ മേത്ത്? എടി, ഇന്ന് പച്ചവെള്ളമാണ് വീണെങ്കിൽ നാളെ തിളച്ച വെള്ളമായിരിക്കും അവരൊഴിക്കാൻ പോന്നേ. എന്നെ ധിക്കരിച്ചേ വലിയ ആളും കളിച്ച് സ്വന്തമായിട്ട് താലിയെടുത്ത് കഴുത്തെ കെട്ടിയവളല്ലേ നീ. അപ്പൊ അനുഭവിക്ക്, ഇങ്ങനെ തന്നെ അനുഭവിക്ക്. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിനക്ക്? നിന്നോട് പറഞ്ഞല്ലേ അങ്ങോട്ടേക്ക് പോയിക്കോളാൻ. അപ്പൊ എന്നെ മര്യാദ പഠിപ്പിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് എന്തായി? അവർക്ക് നിന്നെ വേണ്ടടി. ഇനി ഒരു കാരണവശാലും അവർ നിന്നെ അങ്ങോട്ട് കയറ്റാൻ പോകുന്നില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും അവര് നിന്നെ വിശ്വസിക്കാനും പോകുന്നില്ല. അപ്പോഴേക്കും അനു പറഞ്ഞു, ദേ ലോകെ, മിണ്ടാതെ പോയിക്കോ, അല്ലെ തന്നെ ഞാൻ ആകെപ്പാടെ വിഷമിച്ച് എനിക്ക് നല്ല ദേഷ്യ സങ്കടവും വരുന്നുണ്ട്. ആയിക്കോട്ടെ, ഇനി നിനക്കിട്ട് കിട്ടാൻ പോകുന്ന ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അനുവിന് നല്ല സങ്കടമായി. അനുവിന് ഭ്രാന്തി പിടിക്കുന്നവളെ തോന്നി. ഇവന് ഒറ്റ എടുത്തന്നെ എല്ലാത്തിനും കാരണം. ഇവനെ താൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊരു ചിന്തയായിരുന്നു അനുവിന്റെ മനസ്സിൽ. ആ സമയത്ത് ഉദയഭാനു ഗോമതി സ്റ്റോഴ്സിലേക്ക് ചെല്ലുവാണ്. ചെല്ലുന്ന സമയത്ത് ശ്രീദേവി ഉണ്ടായിരുന്നുള്ളൂ കടയില്. ആകാശും അതുപോലെ ധർമ്മനും ഒക്കെ ഡെലിവറി കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഡീലറെ കാണാനായിട്ട് ബാലനും പോയി. രാമേട്ടനാണെങ്കിലോ ഒരു ചായ കുടിച്ചിട്ട് വരാൻ മോളെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്താണ് ഉദയഭാനു ചെല്ലുന്നത്. ഉദയഭാനുയെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ശ്രീദേവി ചോദിച്ചു, എന്താച്ചാ അച്ഛൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ മോളെ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാണ്ട്. ദേ അച്ഛാ, അച്ഛന് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടതാ. തൽക്കാലത്തേക്ക് എനിക്കിപ്പോ സംസാരിക്കാൻ സമയമില്ല. കടയിലെ ആൾക്കാരൊക്കെ വരും, സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കണം. അച്ഛൻ പോവാൻ നോക്ക്. ബാലച്ചൻ എപ്പോഴാ വരണേന്ന് അറിയത്തില്ല. അല്ല, ഈ കടയിലുള്ളവരൊക്കെ എന്തിയേ? അവരൊക്കെ ഓരോരോ ആവശ്യത്തിന് പുറത്തു പോയിരിക്കുക ആണോ? അപ്പൊ മോള് മാത്രമുള്ള കടയില്? കണ്ടിട്ട് അച്ഛന് മനസ്സിലാകുന്നില്ലേ? ദൈവത്തെ ഓർത്ത് അച്ഛനൊന്ന് പോയി തരാവോ? മോളെ, അങ്ങനെ പറയരുത് നീ. നീ ഈ കടയിലേക്ക് വരുന്ന ആനന്ദിന് ഇഷ്ടമില്ല. നീ വരില്ലെന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുക. അപ്പൊ നീ വന്നിട്ടുണ്ടെങ്കിൽ അവന് ഇഷ്ടപ്പെടത്തില്ല, അറിയാലോ. ഇതിന്റെ പേരിൽ ഇനി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ?
അതുകൊണ്ട് നീ ഇനി മുതൽ കടയിലേക്ക് വരണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ശ്രീദേവിക്ക് ദേഷ്യമായി. ശ്രീദേവി പറഞ്ഞു, അച്ഛൻ ഈ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. അല്ലെങ്കിലും അച്ഛൻ കാരണം എൻ്റെ ജീവിതം പണ്ടേ തകർന്നതാ. ഇനിയിപ്പം ഞാൻ ഒന്നും നോക്കുന്നില്ല. എന്തിനാ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നേ? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കട തകർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലച്ചനൊരു ആശ്വാസമാവാനായിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. പിന്നെ അറിയാലോ, വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന തോന്നും. എൻ്റെ കുഞ്ഞ് അതിനെ എനിക്ക് നഷ്ടപ്പെട്ടു. അതിൻ്റെ പേരിൽ ഞാൻ ഇനിയിപ്പോൾ അനുഭവിക്കുന്ന വേദന എന്താണെന്നറിയോ? അതോടൊപ്പം തന്നെ ആനന്ദേട്ടൻ്റെ കാര്യം. കുഞ്ഞു പോയത് എൻ്റെ കുറ്റം കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദേട്ടന് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ കൊണ്ടുവരണമെന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുമായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഈ സാഹചര്യം ആയതുകൊണ്ട് മാത്രമാണ് വിടാത്തെ. പിന്നെ അതിൻ്റെ ഇടയ്ക്കിലേക്ക് ഇനി അച്ഛനും കൂടെ വന്നേക്കരുത്. അത് കേട്ടപ്പോൾ ഉദയഭാനു പറഞ്ഞു, മോളെ ഞാൻ പറയുന്ന കൂടുതലൊന്നും പറയണ്ട, അച്ഛൻ പോകാൻ നോക്കാൻ പറഞ്ഞു. അപ്പോഴേക്കുമാണ് ഒരു കസ്റ്റമർ അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീദേവി പെട്ടെന്ന് സാധനം എടുത്ത് കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. ഉദയഭാനു നോക്കി നിൽക്കുമ്പോൾ തന്നെ ശ്രീദേവി ക്യാഷൊക്കെ മേടിച്ച് കൗണ്ടറിൽ വെക്കുന്ന കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വേറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് ശ്രീദേവി ഉദയഭാനോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദേ അച്ഛൻ്റെ പഴയ സ്വഭാവം ഇവിടെ എടുത്തേക്കരുത്. അച്ഛൻ പെട്ടെന്ന് തന്നെ പോകാൻ നോക്ക്. എൻ്റെ മോളെ, ഞാൻ ഈ കടയിൽ നിന്നുകൊണ്ടൊന്നും അടിച്ചു മാറ്റാനൊന്നും പോകുന്നൊന്നുമില്ല. എൻ്റെ പഴയ സ്വഭാവമൊക്കെ മാറ്റി ഞാനിപ്പം നല്ലവനായിക്കൊണ്ടിരിക്കുമല്ലേ. മോൾക്കത് മനസ്സിലാകാത്തതുകൊണ്ടാ. ദേ അച്ഛാ, എൻ്റെ അടുത്ത് അച്ഛൻ്റെ അഭ്യാസമൊന്നും വേണ്ട. എനിക്ക് അച്ഛനെ അറിയരുതോന്ന് ചോദിച്ചു. പിന്നീട് ശ്രീദേവി സാധനം എടുത്തു കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോയ സമയത്ത് ഉദയഭാനു പെട്ടെന്ന് ക്യാഷ് കൗണ്ടർ അങ്ങോട്ട് കയറി. അവിടെ കയറിയിട്ട് ഡ്രോ തുറന്നിട്ട് അതിനകത്തുനിന്ന് കുറച്ച് നോട്ടുകെട്ടുകൾ ഇങ്ങെടുക്കുവാണ്. 500 എല്ലാം കുറച്ച് നോട്ടുകൾ ഇങ്ങെടുത്തു. കൊള്ള, ഇന്നത്തേനുള്ളതായി. പെട്ടെന്ന് എന്ത് ചെയ്തു, അത് പോക്കറ്റിനകത്തേക്ക് വെച്ചു. എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ ശ്രീദേവിയോട് പറഞ്ഞു, എങ്കിൽ മോളെ ഞാൻ പോയേക്കും കേട്ടോ, ഇനി ഇവിടെ നിൽക്കുന്നില്ല. പിന്നെ മോൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ മോളൊരു കാര്യം ചെയ്യാം, ഇനി വീട്ടിൽ ഇരിക്കണ്ട, ഇങ്ങോട്ടേക്ക് തന്നെ പോരാൻ പറഞ്ഞു. ഉദയഭാനുവിൻ്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിൽക്കുവാണെങ്കിൽ തനിക്ക് കടയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം, ഇവിടുന്ന് അടിച്ചു മാറ്റുമെന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഉദയഭാനു ഭയങ്കര സന്തോഷത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങി. 500 കുറച്ച് നോട്ടാ എടുത്ത് അതൊക്കെ എണ്ണി നോക്കി. രക്ഷപ്പെട്ടു, സമാധാനമായി, 2 ദിവസത്തിനുള്ള വകയായെന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ശ്രീദേവി സാധനമൊക്കെ എടുത്ത് കൊടുത്ത് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ പോയി ഇരുന്നു. മേശവലിപ്പ് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ പൈസ കുറവുണ്ടല്ലോ. മുമ്പ് താൻ 500 നോട്ടൊക്കെ ഇട്ട് എപ്പോൾ ഒന്നും കാണുന്നില്ലോ. ശ്രീദേവിയുടെ മനസ്സിൽ പെട്ടെന്ന് ടെൻഷനായി. ശ്രീദേവി എടുത്ത് ക്യാഷ് നോക്കി കഴിഞ്ഞപ്പോൾ ക്യാഷ് കുറവുണ്ട്. ശ്രീദേവിക്ക് മനസ്സിലായി അച്ഛൻ പെട്ടെന്ന് എന്തുകൊണ്ടാ പോയെന്ന്. പെട്ടെന്ന് തന്നെ ഉദയഭാനുവിനെ വിളിക്കുവാണ്. വല്ലാത്തൊരു നെഞ്ചിടിപ്പായി. ദൈവമേ, വൈകുന്നേരം ബാലച്ചന് കണക്ക് കൊടുക്കണ്ട, 1 രൂപയെങ്കിലും കുറഞ്ഞു പോയിട്ടാണെങ്കിൽ പ്രശ്നമാവും. അങ്ങനെ ഉദയഭാനുവിനെ വിളിച്ചു. ഉദയഭാനു നോക്കിക്കഴിഞ്ഞപ്പോൾ ശ്രീദേവിയെ കോള് വിളിക്കുന്നത്. അയ്യോ, പണി പാളിയെന്നാ തോന്നുന്നേ. വീണ്ടും വിളിക്കുവാണ്. ഉദയഭാനു എന്ത് ചെയ്യണമെന്നറിയില്ല. കോൾ എടുത്താലും പ്രശ്നം, എടുത്തില്ലേലും പ്രശ്നം. അങ്ങനെ ഒടുവിൽ ഉദയഭാനു കോൾ എടുത്തു. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, അച്ഛൻ എടുത്തോണ്ട് പോയ കാശ് മര്യാദയ്ക്കും കൊണ്ടുവരാൻ പറഞ്ഞു. മോളെ, ഞാനൊന്നും എടുത്തില്ല. ദേ അച്ഛൻ കള്ളത്തരം പറയരുത്. ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അച്ഛന് നാണമില്ലേ? ഇത്രയൊക്കെ ആയിട്ടും പഠിച്ചില്ലേ? മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. നിങ്ങളൊരു അച്ഛൻ തന്നെയാണോ? എൻ്റെ ജീവിതം തകർത്തും പോരാ, ഇനി ബാക്കിയും കൂടെ തകർക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുവാണോ? മര്യാദയ്ക്ക് ക്യാഷ് കൊണ്ട് തന്നു, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ശ്രീദേവി ആരാ നിങ്ങൾ അറിയാൻ പോകുന്നുള്ളൂ. ഞാൻ ഇന്ന് തന്നെ ആ വീട്ടിലേക്ക് പോരും. ഉള്ള സത്യങ്ങളൊക്കെ ഇവിടെ വിളിച്ചു പറഞ്ഞിട്ട് അത് വേണ്ടെങ്കിൽ മര്യാദയ്ക്ക് പൈസയായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഉദയഭാനുവിൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നുപോയി. ദേ ആരെങ്കിലും വരുന്നതിന് മുമ്പ് മര്യാദയ്ക്ക് കൊണ്ട് ക്യാഷ് തന്നോണെന്ന് പറഞ്ഞു. പിന്നെ ഉദയഭാനു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഉദയഭാനു ക്യാഷുമായിട്ട് തിരിച്ചു വരുവാണ്. അപ്പോഴേക്കും ശ്രീദേവി ക്യാഷ് എണ്ണി നോക്കി. കുറച്ച് പൈസ കുറച്ചാണ് ഉദയഭാനു കൊടുക്കുന്നത്. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, ഇതിന് ഓരോ രൂപയ്ക്കും കണക്കുള്ള, ബാക്കി പൈസയും കൂടെ ഇങ്ങ് തരാൻ പറഞ്ഞു. എടി മോളെ, ഒരു ചായ കുടിക്കാനെങ്കിലും മിണ്ടാതെ പൊയ്ക്കോ അവിടുന്ന്. നാണമുണ്ടോ? അച്ഛനാന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. അങ്ങനെ ഉദയഭാനുവിനെ നാണം കെടുത്തി വിടുവാണ് ശ്രീദേവി. ശ്രീദേവിക്ക് തലയ്ക്ക് ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും തൻ്റെ അച്ഛൻ പഠിച്ചില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.